ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആക്ച്വലി എൻ്റെ മനസ്സിൽ വരുന്നൊരു സെലിബ്രിറ്റി ഉണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മലയാളി ആയിട്ടുള്ള നയൻതാരയെ കുറിച്ചാണ്. നയൻതാരയുടെ ട്രാൻസ്ഫോർമേഷൻ എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു 360 ഡിഗ്രി മേക്ക് ഓവറാണ്. അതായത് കംപ്ലീറ്റ്ലി അടിമുടി ആൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ്, അതും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കാണണം. വെൽക്കം ബാക്ക് ടു വീണ സിനർജൽ. ഞാൻ വീണ, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്ന ആളാണ് നയൻതാര. നയൻതാര ആദ്യം മലയാളത്തിലാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ സമയത്ത് നയൻതാര എങ്ങനെയാണ് ഇരുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് നമ്മളൊക്കെ ആ സിനിമ കണ്ടിട്ടുള്ളതാണ്. അതായത് മനസ്സിനക്കരെ കണ്ടിട്ടുള്ളതാണ്, വിസ്മയത്തുമ്പത്ത് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നയൻതാര TV ആങ്കർ ആയിരുന്ന സമയത്ത് ഉള്ള നയൻതാരയുടെ രൂപവും നമുക്ക് അറിയാവുന്നതാണ്. ബിക്കോസ് അത് ഒരുപാട് പോപ്പുലർ ആയ ഒരു ഇമേജ് ആണ് ആ TV ആങ്കറിങ്ങിന്റെ ഒരു ക്ലിപ്പ്. അതിനുശേഷം നയൻതാര തമിഴ് ഇൻഡസ്ട്രിയിൽ പോയിട്ടുള്ള ഒരു ചേഞ്ചും നമ്മൾ കണ്ടതാണ്. അതായത് നമ്മൾ ഗജനി പോലെയുള്ള മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തെ വളരെ തിൻ ഐബ്രോസ് ഒക്കെ ആയിട്ട് ലിപ്സിനെ കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മേക്കപ്പ് ഒക്കെ ചെയ്ത് ബോഡിയിൽ അത്ര കുറച്ചും കൂടെ തടി ഉള്ള ഒരാളായിട്ടും ട്രെൻഡിനനുസരിച്ചിട്ട് പോകുന്ന ഒരാളായിട്ടും ആണ് ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എന്തായിരുന്നോ ട്രെൻഡ്, ആ ട്രെൻഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയിരുന്ന ഒരാൾ മാത്രമാണ് ആ സമയത്ത് നയൻതാര. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ മുതൽ നയൻതാരയായി ആക്ച്വലി ട്രെൻഡ് സെറ്റർ. അവർ സെറ്റ് ചെയ്ത ട്രെൻഡ് നമ്മളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. നയൻതാര എങ്ങനെയാണ് നയൻതാരയ്ക്ക് ചേരുന്ന രീതിയിലുള്ള മേക്കപ്പ് ചെയ്യേണ്ടതെന്നും ഡ്രസ്സിങ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ചെയ്തിട്ടാണ് ബോഡിയിൽ ശരിക്കും ബോഡിയുടെ ഫീച്ചേഴ്സ് ആണെങ്കിലും എൻഹാൻസ് ചെയ്യേണ്ടതെന്നും ഒക്കെ അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവരെ ആക്ച്വലി അതൊരു ട്രെൻഡ് സെറ്ററായി മാറി. നമ്മളൊക്കെ ആ ഒരു ഐബ്രോസ്, നയൻതാരേനെ പോലെയുള്ള ഐബ്രോസ്, നയൻതാരയുടെ ഐ മേക്കപ്പ്, അതായത് സ്മോക്കി ഐ മേക്കപ്പ്, നയൻതാരയുടെ ഹെയർ സ്റ്റൈല് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അതുപോലെ ആവാനും തുടങ്ങി. അതുപോലെ പല കാര്യങ്ങളും കോപ്പി ചെയ്യാനും തുടങ്ങി. അപ്പം ഞാൻ മുമ്പത്തെയൊക്കെ സെലിബ്രിറ്റീസിൻ്റെ സ്റ്റൈല് ഡീകോഡ് ചെയ്തതുപോലെ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഡീകോഡ് ചെയ്തതുപോലെ അല്ല ഞാൻ ഈ വീഡിയോയിൽ നയൻതാരയുടെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയാൻ പോകുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻതാര ഈ പറയുന്നത് പോലെ സാധാരണ ഒരു മലയാളി പെൺകുട്ടി തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ബോഡീനെ പറ്റിയുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഫേസിനെ പറ്റിയുള്ള ഒരു ഇമേജ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത്. കുറച്ചും കൂടെ ലാളിത്യമുള്ള, കുറച്ചും കൂടി ഒരു മലയാളിത്തമുള്ള അങ്ങനെ ഒരു ഫേസും അങ്ങനെ ഒരു ബോഡിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ മലയാളത്തിൽ നിന്ന് തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ വന്നപ്പോൾ ആണ് മനസ്സിലാവുന്നത് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ സ്റ്റൈലിഷ് ആവേണ്ടതിൻ്റെയും ഫാഷനിസ്റ്റിക് ആവേണ്ടതിൻ്റെയും ഒക്കെ ആവശ്യകത മനസ്സിലാവുന്നത്. അതിപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇപ്പം നമ്മൾ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ട് ജീവിക്കേണ്ട ഒരു എൻവയോൺമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണോ അപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്നത് ആ ട്രെൻഡ് ഫോളോ ചെയ്ത് സ്റ്റൈൽ ആവുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യുക. അതാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു മണ്ടത്തരവും. അതായത് ഇപ്പം നമ്മൾ ഇപ്പം കറൻ്റ്ലി നിൽക്കുന്ന ഒരു സ്റ്റൈൽ ഏതാണോ അത് കണ്ണുമടച്ച് നമ്മൾ ഫോളോ ചെയ്യുക, കണ്ണുമടച്ച് ആ കളേഴ്സ് യൂസ് ചെയ്യുക, കണ്ണുമടച്ച് ആ ഒരു മേക്കപ്പ് യൂസ് ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ സത്യം നമുക്ക് തോന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രെൻഡി ആയി എന്ന് തോന്നും, സ്റ്റൈലിഷ് ആയി എന്ന് തോന്നും. പക്ഷേ നമുക്ക് സ്യൂട്ടബിൾ ആവണം എന്നില്ല. ദ സെയിം കാര്യമാണ് നയൻതാരയ്ക്ക് ആ സമയത്ത് സംഭവിച്ചിട്ടുള്ളത്. ഏതൊരു മലയാളി പെൺകുട്ടിയെ പോലെ റീലൊക്കേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെൻഡിനെ ഫോളോ ചെയ്ത് ആ ഒരു സമയത്ത് അതിനനുസരിച്ചുള്ള സ്റ്റൈൽ റീക്രിയേഷൻസ് ആയിരുന്നു ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ട്രെൻഡിലുണ്ടായിരുന്ന തിൻ ഐബ്രോസ് ആണ് നയൻതാരയും ഫോളോ ചെയ്തിരുന്നത്. അതേപോലെ ഈ പറഞ്ഞ ലിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ടൈമിൽ കുറച്ചും കൂടി പ്രൊജക്റ്റഡ് ലിപ്സ്, ലിപ് ഗ്ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ആ ടൈമിൽ കുറച്ച് ട്രെൻഡി ആയിരുന്നത്. ആൻഡ് നയൻതാര അത് തന്നെ ഫോളോ ചെയ്തു. പിന്നെ ഈവൻ ആക്സസറീസിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പറഞ്ഞ പോലെ ഗജനി പോലെയുള്ള മൂവീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ട്രെൻഡ് തന്നെയാണ്. ആ ടൈമിൽ എന്തൊക്കെ ആക്സസറീസ് ആയിരുന്നു ട്രെൻഡിലുണ്ടായിരുന്നത് ആ ആക്സസറീസൊക്കെ അതേപടി ഫോളോ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും അതേപടി ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളൊരിക്കലും ആളിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നയൻതാര സ്വയം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല.
ആ ഒരു ടൈമിൽ നമ്മുടെ കരിയറിൻ്റെ ഭാഗമായിട്ട് അവിടെ പിടിച്ചു നിൽക്കണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അതിനുശേഷം നയൻതാരയുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ചധികം മാറ്റങ്ങൾ വന്നു. അതായത് നമ്മളൊക്കെ അങ്ങനെയാണ്, നമുക്കൊക്കെ ഒരു മേജർ ചേഞ്ച് ഉണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്തേക്ക് വരിക, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആയിട്ട് ആൾക്കാരുടെ അടുത്ത് ഇടപെടാൻ തുടങ്ങുക, നമ്മളുടെ അങ്ങനെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും തകർച്ച സംഭവിക്കുക, അതിൽ നമ്മൾ മൊത്തത്തിൽ തകർന്നു പോവുക, ഇതൊക്കെ ആക്ച്വലി ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ ഗ്രോത്തിനെ കൂട്ടുന്ന സാധനങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ആവശ്യം ശരിക്കും ഒരു ചേഞ്ചാണ്, ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചാണ്. അതെങ്ങനെ ചെയ്യണം എന്നറിയുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. പക്ഷേ ചിലപ്പോൾ ഒരു ഹെയർ കട്ടെങ്കിലും ചെയ്താൽ അത് ഓക്കെ ആവും എന്ന് വിചാരിച്ചിട്ടാണ് വരിക. അപ്പോൾ ഒക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പറയുന്ന പോലെ നമുക്കെന്താണോ വേണ്ടത് എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ഈ പറയുന്ന പോലെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നയൻതാരയുടെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്, നയൻതാര ആക്ച്വലി ആ സമയത്ത് അവർ കുറച്ചും കൂടി അധികം പേഴ്സണൽ സ്പേസ് എടുത്ത് ബ്രേക്ക് എടുത്തിട്ടാണ് ആ ടൈമിലൊക്കെ നിന്നിട്ടുള്ളത്. ആക്ച്വലി കരിയർ ഒന്ന് സ്റ്റാർട്ടായി കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്ന ടൈമിലാണ് ആദ്യത്തെ ബ്രേക്ക് അവരെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞാൽ കുറച്ചും കൂടി പേഴ്സണൽ സ്പേസിനും പേഴ്സണൽ ഗ്രോത്തിനും പേഴ്സണൽ സ്റ്റൈലിനും ഒക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടാണ് അടുത്തൊരു കംബാക്ക് വന്നപ്പോൾ നയൻതാര വീണ്ടും തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടി സുന്ദരിയായിട്ട്, കുറച്ചും കൂടി അവർക്ക് വേണ്ട രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ മാറിയിട്ട് വന്നിട്ടുള്ളത്. അത് ആക്ച്വലി ഒരു ഈ പറഞ്ഞ പോലെ മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു. ആൻഡ് മേ ബി അത് അവരുടെ കോൺഫിഡൻസ് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ടാവാം. ആ ഒരു കോൺഫിഡൻസ് കൊണ്ടും ഈ ഒരു ചേഞ്ച് കൊണ്ടും ഒക്കെ അവർ ഓരോ തവണയും, അതായത് ബ്രേക്ക് എടുത്തിട്ട് ഓരോ തവണയും വരുമ്പോൾ ഓരോരോ മൈൽ സ്റ്റോൺ പോലെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഇപ്പോൾ എത്തിയത് അങ്ങനെയാണ്, സ്വയം മനസ്സിലാക്കിയിട്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരാം. ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ സ്വയം കൊടുക്കാൻ തയ്യാറാവും. നമ്മൾ എന്ത് വേണമെങ്കിലും അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ തയ്യാറാവും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവും. അങ്ങനെയൊക്കെ തന്നെയാണ് നയൻതാരയുടെ പ്രണയത്തിന് വേണ്ടിയിട്ടും നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയും ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തകർച്ചയിലേക്ക് എത്തിയപ്പോൾ അപ്പോഴും അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ അവർ കരിയർ ബ്രേക്ക് എടുക്കുക ചെയ്തത്. അപ്പോൾ ആ കരിയർ ബ്രേക്കിനും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ സമയത്തും കുറച്ചധികം പേഴ്സണൽ സമയമെടുത്ത് അവരെ സ്വയം മനസ്സിലാക്കി എന്തൊക്കെയാണ് എൻഹാൻസ് ചെയ്യേണ്ടതെന്ന് ശരിക്കും മനസ്സിലാക്കി വീണ്ടും ഒരു കംബാക്ക് നടത്തുകയാണ് ചെയ്തത്. ആ കംബാക്കിന് ശേഷം ഇന്ന് വരെ അവർ ആക്ച്വലി ഈ ഒരു ഫീൽഡിൽ ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ട്, റിമാർക്കബിൾ ആയിട്ട് അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത്. നയൻതാരയുടെ ഫിറ്റ്നസിൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനാണെങ്കിൽ കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് നയൻതാര ഫോളോ ചെയ്യുന്നതെന്ന് നയൻതാര എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഓൾസോ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ആ ചെറിയ ചെറിയ കോംപ്രമൈസുകൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിലും ഞാൻ പലപ്പോഴും അങ്ങനെ അതിൽ ഒബ്സസ്ഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നയൻതാരയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നയൻതാര വർക്കൗട്ട് ചെയ്യുന്നതിന്, എക്സസൈസ് ചെയ്യുന്നതിന് ആക്ച്വലി ഒരു ബ്രേക്കും എടുക്കാത്ത ഒരാളാണ്. 8 hours എങ്കിലും ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരാളാണ്. അതായത് ചില സമയത്തൊക്കെ ഈ പറഞ്ഞ നൈറ്റ് സ്കെഡ്യൂൾ പോവുകയാണെങ്കിലും ആൾ ഡേ ടൈമിലൊക്കെ പവർ നാപ്പ് എടുത്ത് അതും കൂടി പരിഹരിച്ച് പോകുന്ന ഒരാളാണെന്ന് ഒരുപാട് ഇൻ്റർവ്യൂസിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റീസെൻ്റ് ആയിട്ട് നയൻതാര പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻതാര ഇപ്പോൾ കലോറിയിലല്ല കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കുറച്ചും കൂടി ഈ ന്യൂട്രിയൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഉറപ്പ് വരുത്താൻ നോക്കുക എന്നുള്ളത്. അതിൽ അവർക്ക് ആക്ച്വലി പേഴ്സണലി ന്യൂട്രീഷനിസ്റ്റ് ഇപ്പോൾ ഉണ്ട്. നയൻതാരയെ സംബന്ധിച്ചിടത്തോളം നയൻതാര ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷനിൽ അവർക്ക് ആക്ച്വലി അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടെ തന്നെ ഉണ്ടാവും. ഈവൻ ദോ ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഇനിഷ്യൽ സ്റ്റേജിൽ അവരെടുത്തൊരു എഫേർട്ടിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഏത് ന്യൂട്രീഷനിസ്റ്റ് ആണെങ്കിലും, ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും, ഏത് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അവരാണ് പില്ലർ, അവർക്കറിയാം എന്താണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ എനിക്കറിയാം കുറേ പേരെങ്കിലും ഇപ്പോഴും സംശയം വെക്കുന്നുണ്ടാവും. നയൻതാര ഈ പറഞ്ഞ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടാവാം, നയൻതാരയുടെ ഫേസിൽ ഭയങ്കര മാറ്റമുണ്ട്, നയൻതാര സ്കിൻ ലൈറ്റനിങ് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെ പല സംശയങ്ങൾ. വെയിറ്റ് ലോസിൻ്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ബോഡിക്ക് വരുമ്പോൾ തന്നെ എൻ്റെ ബോഡിക്ക് എനിക്ക് വന്നിട്ടുള്ള മാറ്റം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നയൻതാരനെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ളത് ഭയങ്കര നാച്ചുറലാണ്. ഓൾസോ അവർ സ്കിൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയേഴ്സ് എടുത്തിട്ടുണ്ടാവാം. പക്ഷെ അതല്ലാതെ ഒരു പ്ലാസ്റ്റിക് സർജറിയും അവർ ഫേസിൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അവർ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. അതിനുള്ള തെളിവായിട്ട് അവർ പറയുന്നത് എന്നെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കത്തിച്ച് നോക്കിക്കോളൂ, ഒരു തരി പ്ലാസ്റ്റിക് പോലും കിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന രീതിയിൽ
അവർ സ്റ്റണ്ണിങ് ആണെന്ന് തോന്നുന്ന രീതിയിലാണ് അവരെപ്പോഴും ഡ്രസ്സപ്പ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഈ പറയുന്ന പോലെ എല്ലാവരും ചെയ്യുന്ന കാര്യം ഞാനും ചെയ്യണം അങ്ങനെ വിചാരിക്കുന്ന ഒരാളായിട്ട് ഞാൻ നയൻതാരനെ കണ്ടിട്ടില്ല. അവർക്ക് അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്, അവർക്ക് അവരുടേതായ സ്റ്റൈലുണ്ട്. ആൻഡ് നയൻതാര തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവർക്ക് ഈ പറഞ്ഞ പോലെ ബോഡിക്ക് വെയിറ്റിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നതനുസരിച്ചിട്ട് ഫേസിലെ, അതായത് ഈ കവിളിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും ഇൻ ആൻഡ് ഔട്ട് എപ്പോഴും പോവാറുണ്ട്. അതായത് ചില സമയത്ത് കവിൾ കുറച്ച് ഒട്ടിയതായിട്ട് വരും, ചില സമയത്ത് കവിൾ കുറച്ചും കൂടെ വണ്ണതായിട്ട് വരും. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഫേസിൽ ഉണ്ടാവാറുണ്ട്. അവരുടെ മേക്കപ്പ് എപ്പോഴും അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ്. അതായത് എന്താണോ ഫേസിൽ വരുന്ന ചെറിയ ചേഞ്ചസ് എങ്കിലും ആ ചേഞ്ചസിനനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ, അതായത് നമുക്ക് ഐ മേക്കപ്പ് ആയിക്കോട്ടെ, ഐബ്രോസ് ആയിക്കോട്ടെ, അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രം ഗ്രൂം ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഈ പറയുന്ന പോലെ നയൻതാരയ്ക്ക് വലിയ വലിയ മാറ്റങ്ങളുള്ളതായിട്ട് നമുക്ക് എപ്പോഴും തോന്നുക. ഈവൻ ലിപ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിലും അവർ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലിപ്സ് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഓവർലൈൻ ചെയ്തിട്ടൊക്കെ വലിയ ലിപ്സ് ആക്കിയിട്ടാണ്. ഇപ്പോൾ യാരടി നീ മോഹിനി പോലെയുള്ള മൂവീസിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിനകത്തൊക്കെ പാട്ടുകളിലൊക്കെ കാണാൻ പറ്റും, വലിയ ലിപ്സാണ്. പക്ഷെ ആ ലിപ്പ് മേക്കപ്പിലൂടെ ഉണ്ടാക്കിയാവുന്നതാണ്. അതായത് ലിപ്പ് ഗ്ലോസ് വെച്ചിട്ടും വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടും പുറത്തു കൂടി ഓവർലൈൻ ചെയ്തിട്ടും ഒക്കെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ അവർ റീസെൻ്റ്ലി അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ട് അവരെങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത്, ലിപ്പിൻ്റെ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോർമലി നമ്മുടെ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഫൗണ്ടേഷൻ ആക്ച്വലി ജസ്റ്റ് ഒരു ചെറിയ ലെയറിൽ പോലെ ലിപ്സിലിടും. അതിൻ്റെ പുറത്ത്, അതായത് അപ്പോൾ കുറച്ച് ഈവൻ ആവുമല്ലോ, അതായത് എന്തെങ്കിലും ഡാർക്ക്നെസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ഈവൻ ആവും. അതിൻ്റെ പുറത്ത് ലിപ്സ്റ്റിക് ഒരിക്കലും വെച്ച് സ്വൈപ്പ് ചെയ്യാറില്ല, ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈവൻ ആയിട്ടൊരു ടിൻറ്റ് പോലെയാണ് ലിപ്സ് ഉണ്ടാവുക. ഓൾസോ ലിപ്പ് ഫിൽ ചെയ്തിട്ടുണ്ടാവും, ഓവർലൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് ലിപ്പിനൊരു ഷേപ്പ് ഉണ്ടാവും. ഓവറായിട്ട് എന്തെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടതായിട്ട് തോന്നാറുമില്ല. ലിപ്സിൻ്റെ കൂടെ ആക്ച്വലി കറക്റ്റായിട്ട് പോകുന്നതാണ് നയൻതാരയുടെ ഐ മേക്കപ്പ്. ഇപ്പോൾ നയൻതാര കൂടുതലായിട്ടും അത്ര എന്താ പറയുക, ഈ ഒരു സ്മോക്കി ഐയിലേക്കല്ല പോകാറുള്ളത്. കുറച്ചും കൂടെ ന്യൂട്രൽ ആയൊക്കെ ഈ സമയത്ത്, ഈ റീസെൻ്റ്ലി ഒക്കെ ഞാൻ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവാറുണ്ട്. റീസെൻ്റ്ലി ഒക്കെ അത് മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ മുമ്പ് അതായിരുന്നു, ഭയങ്കര സ്മോക്കി ഐസാണ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ലിപ്സിൽ അതേസമയം ന്യൂട്രലൈസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുക. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫീച്ചറിലേക്കാണ് ഫോക്കസ് ചെയ്യുക, അതായത് ഐയിലേക്ക് ഫോക്കസ് ചെയ്യും. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ള ടീത്തിന് ആക്ച്വലി ചെറുതായിട്ട്, അതായത് സൈസിനൊക്കെ ചെറിയൊരു വ്യത്യാസം ഉള്ളതായിട്ടും പ്രോപ്പറായിട്ട് അലൈൻഡ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആക്ച്വലി നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആവശ്യം ഈ പറയുന്ന പോലെ എൻ്റെ ഈ ഫസ്റ്റിലത്തെ ഉള്ള 2 പല്ലുണ്ടല്ലോ, ഈ 2 പല്ലിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് കുറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് കറക്റ്റായിട്ട് അത് അങ്ങനെ തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് അത് ചെയ്തു തന്നു. നയൻതാരയുടെ ടോൺ എന്താണെന്ന് വെച്ചാൽ, നയൻതാര ഒരു വാം ടോണിലുള്ള അതേസമയം ഒരു ഗോൾഡൻ അണ്ടർ ടോൺ ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഭയങ്കരമായിട്ട് റേഡിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓൾസോ അവർ കുറച്ച് ഗ്ലോയി ആയിട്ടുള്ള പ്രോഡക്ട്സ് അവർ യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ഫേസിൽ നല്ല ഗ്ലോ ഉണ്ടാവും. അതായത് ഭയങ്കരമായിട്ട് മാറ്റിഫൈ ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് അല്ല അവർ യൂസ് ചെയ്യാറുള്ളത്. അപ്പോഴും ഞാൻ പറയുന്നത്, അത് അവർക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഫേഷ്യൽ ഫീച്ചർ അങ്ങനെ ആവുന്നത് കൊണ്ട്, പോസ് ഒന്നും അത്ര ഓപ്പൺ പോസ് അല്ലാത്തത് കൊണ്ടുമാണ് അവർക്ക് ആക്ച്വലി അങ്ങനെ ആ ഒരു മേക്കപ്പ് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. നയൻതാര പറയുന്നത് പോലെ നയൻതാര ഒബ്സസ്ഡ് ആയിട്ടുള്ള, നമുക്കൊക്കെ അറിയാം അത്രയും ട്രെൻഡ് ആയിട്ടുള്ള കാര്യം നയൻതാരയുടെ ഐബ്രോസ് ആണ്. നയൻതാരയുടെ ഐബ്രോസിന്റെ കാര്യം നയൻതാര കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്, അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഐബ്രോസിന്റെ ഷേപ്പ് എപ്പോഴും കീപ്പ് ചെയ്യാന്നുള്ളത്. ആൻഡ് നമുക്കറിയാം നയൻതാരയുടെ ഐബ്രോസിന്റെ ഷേപ്പ് ഈ പറയുന്ന പോലെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതീ പറഞ്ഞ പോലെ സ്വന്തമായിട്ടാണ് ഐബ്രോസ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പം ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ പെർമനൻ്റ് ആയിട്ടുള്ള ഓംബ്രെ ബ്രോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഷേപ്പിലധികം പണിയാതിരിക്കുന്നത്. ഹെയർ കളർ ചെയ്യുമ്പോൾ എപ്പോഴും നയൻതാരയുടെ സ്കിൻ ടോണിന് ഫേവറബിൾ ആയിട്ടുള്ള കളേഴ്സാണ് അവർ ചൂസ് ചെയ്യാറുള്ളത്. ചില സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു ലവ് ആക്ഷൻ ഡ്രാമ മൂവിയൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ അവർ ഒരു 1-2 കളേഴ്സ് ചെയ്തിട്ടുണ്ട്. റെഡ് ഉണ്ട്, അതിൽ ഒരു ബ്ലോണ്ട് കളർ ഉണ്ട്, അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് വിസിബിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതൊക്കെ അവരുടെ സ്കിന്നിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ സ്കിൻ ടോണിനെ മൊത്തത്തിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ലാത്തൊരു കളേഴ്സ് അവരൊരിക്കലും ചൂസ് ചെയ്തിട്ടില്ല. കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടാണ് എപ്പോഴും ഇരിക്കാറുള്ളതും. ആൻഡ് എപ്പോഴും നയൻതാരൻ്റെ പ്രത്യേകം, നയൻതാര എപ്പോഴും ഭയങ്കര ഗ്രൂംഡ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ എപ്പോഴും ആൾ നല്ല ഗ്രൂംഡ് ആയിട്ടാണ് ഇരിക്കുക. ഏത് ഫോട്ടോസിലാണെങ്കിലും അങ്ങനെയാണുള്ളത്. ഈവൻ നയൻതാരയുടെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഈ വോം കളർ പാലറ്റിൽ ഉള്ളതാണ്. വോം ഓട്ടം എന്ന് പറഞ്ഞിട്ടുള്ള കളർ പാലറ്റാണ്. ബട്ട് സ്റ്റിൽ നയൻതാര ഈ പറഞ്ഞ പോലെ വൈറ്റ് ഡ്രസ്സസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പേഴ്സണാലിറ്റിയിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഇയറിങ്സ്, ഗോൾഡൻ ആയിട്ടുള്ള ആക്സസറീസ്, ഈവൻ കയ്യിലാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള പിക്ചേഴ്സിലൊക്കെ കയ്യിൽ കുറേ ആക്സസറീസ്
അവർ ലെയർ ചെയ്യുന്ന കാണുന്നുണ്ട്. പക്ഷെ അതിലാണെങ്കിൽ ഈ പറഞ്ഞ ആ ഗോൾഡൻ ടച്ച് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ എപ്പോഴും നയൻതാരേൻ്റെ സ്കിൻ ടോണിനെ അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കാണിക്കും. അവർക്ക് ഈ പറഞ്ഞ ഒരു ടീം തന്നെ ഉണ്ട് ശരിക്കും. മേക്കപ്പിൻ്റെ കാര്യം നോക്കാനാണെങ്കിലും ഫുഡിൻ്റെ കാര്യം നോക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാരുണ്ട്. പക്ഷെ സ്റ്റിൽ നയൻതാര തന്നെയാണ് കോർ ഡിസിഷൻ എടുക്കുന്ന ഒരാൾ. അവർക്ക് അത്രയും സെൻസുള്ള അത്രയും സെൻസിബിലിറ്റി ഉള്ള ഒരാളായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ആ സെൻസിബിലിറ്റി എങ്ങനെയാണ് വന്നതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസിൽ നിന്ന് അവർ ആർജിച്ചെടുത്തതാണ്. അവരുടെ ഈ പറയുന്ന പോലെ ആ കോൺഫിഡൻസും അവർക്ക് സ്വയം എന്തൊക്കെ വേണമെന്നും സ്വയം എങ്ങനെ സ്നേഹിക്കണം എന്നും ഒക്കെയുള്ള അറിവ്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊന്നും വീണ് പോകാവുന്ന ഒരു കാര്യമോ വന്നാൽ, അത് റിപ്പീറ്റഡ്ലി വന്നാൽ പോലും അതിന് ഈ പറയുന്ന കുറച്ച് സമയമെടുത്ത് നമുക്കെന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ആക്ച്വലി നാളത്തെ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിനും നമ്മളുടെ കരിയർ ഗ്രോത്തിനും ആൻഡ് ഓവറോൾ ഈ പറയുന്ന പോലെ നമ്മൾ തന്നെ ഒരു ട്രെൻഡ് സെറ്ററായി മാറാവുന്നതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.